ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഗ്രാമറിൽ ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ് ടു ആക്റ്റീവ് വോയിസ് 2 മാർക്സിന് നമ്മുടെ പാർട്ട് 1 ഇംഗ്ലീഷ് എക്സാമിനേഷന് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ആക്റ്റീവ് ടു പാസീവ് ആൻഡ് ചേഞ്ച് ടു പാസീവ് ടു ആക്റ്റീവ്. ആക്റ്റീവ് ടു പാസീവ് പ്രോബ്ലംസ് ഒന്നുമില്ല, സ്റ്റുഡൻസ് എല്ലാവരും ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. ബട്ട് പാസീവിൽ നിന്നും ആക്റ്റീവിലേക്ക് ഒരു ക്വസ്റ്റ്യൻ തരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അറ്റ് ഫസ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ ടെൻസ്? ടെൻസ് മീൻസ് ദ ടൈം അറ്റ് വിച്ച് ദി ആക്ഷൻ ടേക്സ് പ്ലേസ്. അതായത് നമ്മൾ ആക്ഷൻ ചെയ്യുന്ന ആ ഒരു ടൈമിനെയാണ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ഷൻ ചെയ്യുന്ന ടൈം പറയുമ്പോൾ അത് പാസ്റ്റിൽ ആക്ഷൻ ചെയ്ത ടൈമുണ്ട്, പ്രസൻറ്റിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമുണ്ട്, നാളെ നമ്മളുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ടൈം. ആ ഒരു ടൈമിനെയാണ് ടെൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെൻസ് മെയിനായിട്ട് ടെൻസ് വരുന്നത് 3 ടൈപ്സ്: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അതിൽ പ്രസൻറ്റ് ടെൻസിൽ തന്നെ 4 ഡിവിഷൻ: സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ 4 ഡിവിഷൻ: സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ലൈക്ക്വൈസ് ഇൻ ഫ്യൂച്ചർ ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ. ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ് ഓർ പാസീവ് വോയിസ് ടു ആക്റ്റീവ് വോയിസ് ടോട്ടൽ 8 ടെൻസസിനെ ഈ ഒരു ചേഞ്ചസ് വരുന്നുള്ളൂ കേട്ടോ. അല്ലാതെ 12 ടെൻസസിനും ആക്റ്റീവ് ടു പാസീവോ പാസീവ് ടു ആക്റ്റീവോ ചേഞ്ചസ് വരുന്നില്ല. ടോട്ടൽ വരുന്നത് 8 ടെൻസസിനാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ടെൻസ് ഈസ് സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമുക്കറിയാം V1 വേർബിന് 3 ഫോംസ് ഉണ്ട്: V1, V2, V3. അപ്പോൾ ഈ V1 ഫോം എന്ന് പറയുമ്പോൾ അത് പ്രസൻ്റാണ്, V2 എന്ന് പറയുമ്പോൾ പാസ്റ്റാണ്, V3 എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. V1 തന്നെ നമുക്കറിയാം 2 ഫോംസ് ഉണ്ട്: ഡു ഫോമും വരുന്നുണ്ട്, ഡസ് ഫോമും വരുന്നുണ്ട്. V2 ഡിഡ് ഫോമാണ്, V3 ഡൺ ആണ്. അപ്പോൾ V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ V1 നമ്മൾ നോക്കുമ്പോൾ പ്രസൻറ്റിലാണ് ഡു ഫോമും ഡസ് ഫോമും വരുന്നത്. അതായത് സിമ്പിൾ പ്രസൻറ്റിൽ ഒരു റൂളുണ്ട്: സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിനോട് കൂടി എസ് ഓർ ഇ എസ് ആഡ് ചെയ്യുക. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബിനോട് കൂടി എസ് ഇ എസ് ആഡ് ചെയ്യണ്ട. എസ് ഇ എസ് ആഡ് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ അവിടെ ഡു ഫോമാണ് വരുന്നത്. എസ് ഇ എസ് ആഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഡസ് ഫോം. ഫോർ എക്സാമ്പിൾ, റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഡസ് പ്ലസ് റൈറ്റ്, റൈറ്റ് എന്ന് പറയുമ്പോൾ ഡു പ്ലസ് റൈറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് ആ ഒരു ഡിവിഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ റൈറ്റ് എന്നുമുണ്ട്, റൈറ്റ്സ് എന്നുമുണ്ട്. പാസീവിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഓക്സിലറീസ് ഒന്നുകിൽ ആം വരാം, അല്ലെങ്കിൽ ഈസ് വരാം, അല്ലെങ്കിൽ ആർ വരാം, പ്ലസ് V3 ഫോം ഓഫ് ദി വേർബ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് വേർബാണോ തന്നിരിക്കുന്നത് ആ വേർബിൻ്റെ V3 ഫോം നമ്മളിപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കിയാൽ അതിപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആവട്ടെ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആവട്ടെ, പ്രസൻറ്റ് പെർഫെക്റ്റ് ആവട്ടെ, ഏത് ടെൻസ് ആവട്ടെ, പാസീവിൽ ഒരു ഫോമേ വന്നിട്ടുള്ളൂ. ഏതാണ്? V3 ഫോം. ഓക്കെ. പിന്നെ ഓക്സിലറി വേർബ്സിൽ വരുന്ന ചേഞ്ചസ് അത് ഓരോ ടെൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതർവൈസ് നമ്മൾ നോക്കിയാൽ അറിയാം V3 ഫോം ഈസ് റിപ്പീറ്റഡ് ഇൻ പാസീവ് വോയിസ്. അപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ റൈറ്റ് എന്നോ റൈറ്റ്സ് എന്നോ വരാം. അപ്പോൾ പാസീവിലോട്ട് മാറ്റുമ്പോൾ ഒന്നുകിൽ ആം, അല്ലെങ്കിൽ ഈസ്, അല്ലെങ്കിൽ ആർ പ്ലസ് V3 ഫോം. അതായത് ഫോർ എക്സാമ്പിൾ, രാഹുൽ റൈറ്റ്സ് എ ലെറ്റർ. ഓക്കെ. അപ്പോൾ നമ്മൾ അറ്റ് ഫസ്റ്റ് അറിഞ്ഞിരിക്കണം ഈ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഏതാണ്? രാഹുൽ. റൈറ്റ്സ് എന്നുള്ളത് വേർബാണ്, എ ലെറ്റർ എന്നുള്ളത് ഒബ്ജക്റ്റാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ വെറും ഇറ്റ്സ് എ വെരി സിമ്പിൾ സെൻറ്റൻസ്, ഈസി ടു ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ബട്ട് in your exam you have to ask some complicated questions too. At that time you have to find out ചെയ്യണം, ഒബ്ജക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഒബ്ജക്റ്റ് നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കുന്നത് ഈ വെർബിനോട് കൂടി വാട്ട് എന്നോ ഹൂം എന്നോ ചോദിക്കുക. അപ്പോൾ അതിനൊരു ആൻസർ ഉണ്ടെങ്കിൽ അത് ഒബ്ജക്റ്റാണ്. ഇതിൻ്റെ സെൻറ്റൻസ് ഇതായിരുന്നു: രാഹുൽ റൈറ്റ്സ് എ ലെറ്റർ. രാഹുൽ റൈറ്റ്സ് വാട്ട്? എ ലെറ്റർ. എ ലെറ്റർ എന്നുള്ളത് ഒബ്ജക്റ്റായിട്ട് മാറി. എ ലെറ്റർ എന്നുള്ള ഒബ്ജക്റ്റ് പാസീവിൽ വരുമ്പോൾ എന്തായിട്ട് മാറും? സബ്ജക്റ്റായിട്ട് മാറും. അപ്പോൾ എ ലെറ്റർ
നെക്സ്റ്റ് നമ്മൾ നോക്കുക വെർബ് ഏതാണ്, റൈറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ റൈറ്റ്സ് എന്ന് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒന്നുകിൽ ആം വരാം, അല്ലെങ്കിൽ ഈസ് വരാം, ആർ വരാം അല്ലേ. അപ്പോൾ എ ലെറ്റർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് എ ലെറ്റർ ഈസ്, പിന്നെ V3 ഫോമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ രാഹുൽ. നൗൺ ആണെങ്കിൽ സെയിം നൗൺ റിപ്പീറ്റ് ചെയ്യുക. പ്രൊനൗൺ ആണെങ്കിൽ പ്രൊനൗൺ ഒബ്ജക്റ്റ് എഴുതുക. ഫോർ എക്സാമ്പിൾ ദേ റൈറ്റ് എ നോവൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ, ദേ എന്നാ വന്നേക്കുന്ന സബ്ജക്റ്റ്, എ നോവൽ എന്നുള്ള ഒബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് മാറുന്നു. അപ്പോൾ എ നോവൽ, പിന്നെ ദേ റൈറ്റ് അല്ലേ. റൈറ്റ് എന്ന് പറയുന്ന ഏതാണ്, V1 ആണ്. V1 വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിൽ ഒന്നുകിൽ ആം, ഈസ്, ആർ വരാം. ഓക്കെ, അപ്പോൾ എ നോവൽ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് അവിടെ എന്ത് വന്നു, ഈസ് വന്നു. എ നോവൽ ഈസ് അഗൈൻ V3 റിട്ടൺ ബൈ ദേയുടെ ഒബ്ജക്റ്റ് ഏതാ, ദം. ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്കത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ രാഹുൽ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. അപ്പോൾ എ ലെറ്റർ ഈസ്, രാഹുൽ ഈസ് റൈറ്റിംഗ് എന്ന വെർബിനോട് കൂടി ING ചേർത്തു. സോ പാസീവിൽ എന്ത് വേണം, ബീയിങ് വേണം. എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ രാഹുൽ. രാഹുൽ ഹാസ് റിട്ടൺ എ ലെറ്റർ. എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ രാഹുൽ. അല്ലെങ്കിൽ ദേ ഹാവ് സങ് സോങ്സ്. സോങ്സ് ഹാവ് ബീൻ സങ് ബൈ ദം. അതേത് ടെൻസാ, പെർഫെക്റ്റ് ടെൻസാ. ഇനി സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, രാഹുൽ റോട്ട് എ ലെറ്റർ. എ ലെറ്റർ വാസ് റിട്ടൺ ബൈ രാഹുൽ. ദേ റോട്ട് എ നോവൽ. എ നോവൽ വാസ് റിട്ടൺ ബൈ ദം. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് റൈറ്റിംഗ് വരും. നമ്മുടെ ആൻസറിൽ ഒന്നുകിൽ വാസ് വരാം, അല്ലെങ്കിൽ വെയർ വരാം, പ്ലസ് ബീയിങ് വരണം, പ്ലസ് V3 ഫോം. അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാഡ് റിട്ടൺ വരും. നമ്മൾ ആൻസറിലേക്ക് എഴുതുമ്പോൾ ഹാഡ് ബീൻ റിട്ടൺ ആയിട്ട് മാറണം. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ വിൽ പ്ലസ് റൈറ്റ്. രാഹുൽ വിൽ റൈറ്റ് എ ലെറ്റർ. ആൻസർ എ ലെറ്റർ വിൽ ബി. അത് വിൽ റൈറ്റ് വന്നാലും ഇതിപ്പോൾ വില്ലോ ക്യാൻ ആവട്ടെ, മോഡൽ ഓക്സിലറി ഏത് ആവട്ടെ, വിൽ, വുഡ്, ഷുഡ്, ക്യാൻ, കുഡ്, ഓക്കെ, മേ, മൈറ്റ്, മസ്റ്റ്, അതൊക്കെ വരുമ്പോൾ നമ്മൾ വിൽ ബി, ക്യാൻ ബി, കുഡ് ബി, ഷുഡ് ബി അങ്ങനെ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ രാഹുൽ വിൽ റൈറ്റ് എ ലെറ്റർ വിൽ ബി റിട്ടൺ ബൈ രാഹുൽ. ഓക്കെ, രാഹുൽ വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ വിൽ ഹാവ് ബീൻ റിട്ടൺ ബൈ രാഹുൽ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് പാസീവ് ടു ആക്റ്റീവിലേക്കുള്ള ചേഞ്ചസ് ഞാൻ മെൻഷൻ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന്. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ, യൂസ്ഫുൾ ആണെങ്കിൽ കേട്ടോ. താങ്ക് യു വെരി മച്ച്.